ജീവിതത്തിൽ തോറ്റുപോയി എന്ന് തോന്നിയവരാണോ നിങ്ങൾ? ജീവിതത്തിൽ പരിഹാസ്യനായി നിന്നിട്ടുണ്ടോ നിങ്ങൾ? കളിയാക്കലുകളിൽ മനസ്സ് തകർന്നിരുന്നിട്ടുണ്ടോ നിങ്ങൾ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രചോദനമാക്കിയ ഒരുവന്റെ കഥയൊന്ന് കേട്ടു നോക്കിയാലോ? പണ്ട് ആളുകൾ തടിയൻ തടിയൻ എന്ന് വിളിച്ച് കളിയാക്കിയിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. കളിയാക്കലുകൾ സഹിക്കാൻ വയ്യാതെ സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ജിമ്മിൽ ചേർന്ന ഒരു കുട്ടിയുടെ കഥ. ഒരിക്കൽ പാനിപ്പത്ത് സ്റ്റേഡിയത്തിൽ കുറച്ച് കുട്ടികൾ ജാവലിൻ ത്രോ പ്രാക്ടീസ് ചെയ്യുന്നത് ഇവൻ കാണുവാനിടയായി. എന്നാൽ അന്ന് ആരും അറിഞ്ഞിരുന്നില്ല ഒരു നാടിൻ്റെയും ഒരു രാജ്യത്തിൻ്റെയും അഭിമാനമാകുന്ന ഒരു അത്ലീറ്റാണ് അവിടെ പിറവിയെടുത്തത്. യെസ്, ഞാൻ പറഞ്ഞു വരുന്നത് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്കായിട്ട് ആദ്യമായി അത്ലറ്റിക്സിൽ ഗോൾഡ് മെഡൽ നേടുന്ന നീരജ് ചോപ്രയെക്കുറിച്ചാണ്. പാനിപ്പത്ത് സ്റ്റേഡിയത്തിൽ നിന്ന് കിട്ടിയ ആ ആഗ്രഹവും ഒളിമ്പിക് മെഡലും തമ്മിലുള്ള ദൂരം അല്ലെങ്കിൽ ആ ജേണി അത്ര ഈസി ആയിരുന്നില്ല. 17 കിലോമീറ്റർ അപ്പുറമുള്ള സ്റ്റേഡിയത്തിൽ സ്ഥിരം പോയി വരാനുള്ള വരുമാനം അന്ന് അവനോ അവൻ്റെ കുടുംബത്തിനോ ഉണ്ടായിരുന്നില്ല. എന്നാൽ വിട്ടുകൊടുക്കാൻ അവനും തയ്യാറായിരുന്നില്ല. പരിമിതികളിൽ ഒതുങ്ങി നിൽക്കാതെ ആളൊഴിഞ്ഞ വഴിയോരങ്ങളിലും കളിയിടങ്ങളിലും ജാവലിൻ പരിശീലിച്ച് തൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 2016 നടന്ന യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ 86.48 മീറ്റർ എറിഞ്ഞ് റെക്കോർഡോടെ സ്വർണം നേടിയതോടെയാണ് ഈ ഇന്ത്യക്കാരനെ ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയത്. പിന്നീട് നമ്മൾ കണ്ടത് കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കിയ ഒരു ചെറുപ്പക്കാരൻ്റെ പ്രയാണമായിരുന്നു.